വെൽക്കം ടു രുചി ബൈ ബിൻസു. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു കിഴങ്ങ് കറി അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടൊരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടി ഇവിടെ കിഴങ്ങ് നമുക്ക് 2 കിഴങ്ങാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ കിഴങ്ങ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ സവാള ഒരു കൊച്ചു 3-4 സവാള എടുത്തിട്ടുണ്ട്, അതും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2-3 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില. ഇത് നമുക്ക് ശകലം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചിട്ട് വരാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ, സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മാത്രം മതി. അപ്പോൾ നമ്മുടെ അപ്പം ഇന്ന് ഞാൻ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് നല്ല പോലെ പൊങ്ങി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കുന്നു. അപ്പം കുക്കറിൽ അത് വെച്ചിട്ടുണ്ട്. പാല്, കട്ടൻ കാപ്പി എല്ലാം ഒരേ സമയം ആയിക്കൊണ്ടിരിക്കുവാണേ. തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം. കിഴങ്ങെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. കാരണം വെള്ളം അതിനകത്തുണ്ട്, അതൊന്ന് വറ്റിക്കോട്ടെ. ഇത് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് അത്രയും ഒഴിച്ചാൽ മതി. വെള്ളമെല്ലാം നല്ലതായിട്ട് പറ്റിയിട്ടുണ്ട്, കണ്ടോ, കാണാമല്ലോ, ഒട്ടും വെള്ളമില്ല. നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് താളിക്കാൻ ഒഴിക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. താളിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പറങ്ങാണ്ടി കാഷ്യൂനട്ട് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു ശകലം 3-5 കിസ്മിസ് ഇട്ട് കൊടുക്കാം. 2 കുരുമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം, കറിക്കകത്തോട്ട്. അപ്പം നമുക്ക് നോക്കാം. ഇത് നല്ല സൂപ്പറാണ് കേട്ടോ. ഒരു തവണ ഒന്ന് കഴിച്ച് നോക്കണം, പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ വെക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.